വിശ്വാസത്തിന് ശക്തിയുണ്ട്. അതൊരു ദൈവപൈതലിനെ അനുദിനവും ജയാളിയായി ജീവിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കും. റോമാലേഖനം 1:17 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജയവും ധൈര്യവും പകർന്ന് ഒരുവനെ വിശ്വാസം മൂലം മുൻപോട്ട് പോകുവാൻ ദൈവം നടത്തുന്നു. യേശു പഠിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 14:19 ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതെ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ അവൻ്റെ ഹൃദയത്തിന് പ്രസാദമുണ്ടാകുകയില്ല. എന്തു തിന്നും എന്തു കുടിക്കും എന്ന് വ്യാകുലപ്പെട്ട് ഈ ലോകത്തിലെ മനുഷ്യൻ ഓടി ചഞ്ചലിച്ച് തളർന്നു പോകാറുണ്ട്. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയ്ക്കായി ഈ ലോകത്തിൻ്റെ മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം തൻ്റെ കരുതലുകൾ, നന്മകൾ, പരിപാലനങ്ങൾ, അത്ഭുത പ്രവൃത്തി എപ്പോഴും അയക്കും എന്ന് നാം മറന്നു പോകരുത്. അതെ, മത്തായിയുടെ സുവിശേഷം 6:33 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് ലഭിക്കും. മാർട്ടിൻ ലൂതർ എത്രയോ പ്രതികൂലങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അദ്ദേഹത്തെ കൊല്ലുവാൻ വരെ അവിടുത്തെ ഭരണാധിപത്യങ്ങൾ ശ്രമിക്കുവാനിടയായിത്തീർന്നു. ഒത്തിരി നിന്ദകളും അപവാദങ്ങളും ആ വ്യക്തിത്വത്തിന് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ പടയാളികൾ തന്നെ പിടിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി മാർട്ടിൻ ലൂതർ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതെ, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലിന്, ഒരു വ്യക്തിക്ക് ശക്തിയുണ്ട്, ബലമുണ്ട്, ധൈര്യമുണ്ട്, ആത്മാവിൽ ഉൾക്കാഴ്ചയുണ്ട്. അതെ, സരഫാത്തിലെ വിധവ അല്പം മാവും ഭരണിയിൽ അല്പം എണ്ണയും മാത്രമുണ്ടായിരുന്നു. അത് കഴിച്ച് മരിക്കുവാൻ വേണ്ടി അവർ കാത്തിരുന്നു. എന്നാൽ ദൈവഭക്തനാകുന്ന ഏലിയാവ് അവരുടെ ഭവനത്തിൽ വന്ന് ആഹാരം ചോദിക്കുമ്പോൾ അത് കൊടുക്കുവാനുള്ള വിശ്വാസം അവളെ ധൈര്യപ്പെടുത്തി. പിന്നത്തേതിൽ ക്ഷാമകാലം മുഴുവൻ അത്ഭുതകരമായി ജീവിക്കത്തക്കവണ്ണം ദൈവം അവളെ സഹായിച്ചു. അവളുടെ വിശ്വാസം നിമിത്തം ദൈവിക അത്ഭുത പ്രവൃത്തി അവളുടെ കുടുംബത്തിൽ സംഭവിപ്പാനിടയായിത്തീർന്നു. അതെ, സങ്കീർത്തനം 55:22 ഇങ്ങനെ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ, വ്യാകുലതകൾ, കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചാൽ കർത്താവ് നിന്നെ പുലർത്തും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. അനർത്ഥങ്ങൾ എത്ര അനവധിയായി കടന്നു വന്നാലും കുലുങ്ങാതെ ഉറപ്പോടെ ആത്മാവിൽ ജയവും വിടുതലും നൽകി തൻ്റെ ഭക്തന്മാരെ ദൈവം പരിപാലിക്കും എന്നുള്ള വിശ്വാസത്തോടെ അനുദിന യാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.